രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃത്തുക്കളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. മേടമാസം 30 ബുധനാഴ്ച അഥവാ മെയ് മാസം 13 വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ അപാര ഏകാദശി അഥവാ ഭദ്രകാളി ഏകാദശിയാണല്ലോ. വൈശാഖത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ സുദിനങ്ങളും വളരെ പുണ്യപ്രദവും ശ്രേഷ്ഠവുമാണ് എന്ന് നമ്മൾ പലാവർത്തി സ്മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഹിന്ദിയിൽ, അതായത് ഉത്തരേന്ത്യയിലൊക്കെ ഹിന്ദിയിൽ അപര ഏകാദശി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മളത് മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ അപാര ഏകാദശി എന്ന് പറയപ്പെടുന്നു. നമ്മൾക്ക് വൈശാഖം മാസം മെയ് 16 വരെയാണ് അല്ലേ. എന്നാൽ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ജ്യേഷ്ഠമാസം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭദ്രകാളിക്ക് വളരെയധികം പ്രാധാന്യം ഉള്ളതുകൊണ്ടും ഭദ്രകാളിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഏകാദശിയെ ഭദ്രകാളി ഏകാദശി എന്നും അപരേകാദശിയെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അപാര ഏകാദശി അനുഷ്ഠാനത്തിലൂടെ നമുക്ക് സൽകീർത്തി ഒക്കെ ലഭിക്കുന്നതായിട്ട് പത്മപുരാണത്തിൽ പറയുന്ന കാര്യം നമുക്ക് സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഭഗവാന്റെ അപാര ഏകാദശി അനുഷ്ഠിച്ച് ജന്മം സഫലമാക്കി തീർക്കാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അതോടൊപ്പം എല്ലാവർക്കും അറിയുന്നതാണ് ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ കഥ അല്ലേ. സത്യം, ധർമ്മം, നീതി, ന്യായം ഒക്കെ പുലർത്തി അദ്ദേഹത്തിന് ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടു അല്ലേ. സ്വന്തം രാജ്യവും ഭാര്യയും പുത്രനെയും എല്ലാം നഷ്ടപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം ഒരു മുനിയുടെ നിർദ്ദേശപ്രകാരം ഈ ഏകാദശി അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് പിന്നെ എല്ലാം തിരിച്ചു കിട്ടിയത്. അപ്പം അത്ര വളരെ മഹാത്മ്യമുള്ള, സൽകീർത്തി നൽകുന്ന, യശസ് നൽകുന്ന പുണ്യപ്രദമായ അപാര ഏകാദശി എല്ലാവർക്കും അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ധർമ്മത്തിനെപ്പോഴെല്ലാം ഉടവരുമുടൻ ഭൂതലേ ജാതനായി, ശർമ്മം സർവർക്കുമേകും സരസിജനയനൻ പാദഗേഹാദിനാഥൻ, ഈ മണ്ണിൽ ഭക്തിമാർഗം കനിവടരുളുവാൻ വാഴവുന്നത്തു സാക്ഷാൽ ധർമ്മജ്ഞൻ വാസുദേവ നിജഗുരുവരനായി വന്നു ശോഭിപ്പു പാരം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോ, സ്വസ്തേ സ്മൃതാ മതിമതീവ ശുഭം ദദാസി, ദാരിദ്ര്യ ദുഃഖഭയഹാരിണി കാത്വധന്യ, സർവോപകാരകരണായ സദാത്രചിത്ത. അമ്മേ സർവേശ്വരി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് 12 വെളുപ്പിനെ 2:05 ആരംഭിച്ച് മെയ് 13 വെളുപ്പിനെ 1:29 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. ഹരിവാസര സമയം 13 രാവിലെ 6:05 ആരംഭിച്ച് വൈകിട്ട് 6:58 വരെയുള്ള സമയത്ത് ഹരിവാസര സമയം. പകൽ മുഴുവനും ഈശ്വര സാന്നിധ്യം കൂടുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന പുണ്യസുദിനമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത, ഐശ്വരീയ ചിന്തകൾക്ക് കൂടുതൽ അവസരം. ചില സ്ഥലങ്ങളിലൊക്കെ ത്രിവിക്രമായ നമ, ത്രിവിക്രമനായ ഭഗവാനെയാണ് ഈ ഏകാദശിയിലൂടെ സ്മരിക്കുന്നത്. പാരണാ സമയം 14 രാവിലെ 6:04 ആരംഭിച്ച് 10:14 വരെയുള്ള സമയത്ത് പതിവായിട്ട് കഴിക്കുന്ന തുളസി തീർത്ഥത്തിനോടൊപ്പം അവലോ മലരോ ഇട്ട്
വ്രതം ഭഗവാന്റെ തൃച്ചേവടികളിൽ സമർപ്പിക്കാം. ആ പാരണ വിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കേൾക്കേണ്ടതായ ഒരു വ്രതകഥ അല്ലേ. ഓരോ ഏകാദശിക്കും അതിൻ്റെതായ വ്രതകഥ നമ്മൾ പറയാറുണ്ട്. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ വളരെ പൈശാചികമായ രീതിയിൽ വധിക്കുന്നതായ രംഗം. ഒടുവിൽ ശരിയായിട്ടുള്ള മരണമല്ല, അപ്പോൾ അത് പ്രേതമായിട്ട് മാറുന്നതും ആ പ്രേതം അങ്ങനെ അലഞ്ഞു തിരിയുന്ന സമയത്ത് ഒരു വൃക്ഷത്തിൽ കയറിയിരിക്കുന്നതും എന്തോ ഒരു ദൈവാധീനത്തിൻ്റെ ഏതെങ്കിലും ജന്മത്തിലെ ഒരു പുണ്യത്തിൻ്റെ ഫലമായിട്ട് ദൗമ്യമുനി അവിടെ എത്തിച്ചേരുന്നതും ദൗമ്യമുനിയുടെ നിർദ്ദേശപ്രകാരം ഇതാ ഈ ഏകാദശി വ്രതത്തിൻ്റെ പുണ്യഫലങ്ങളൊക്കെ കേൾപ്പിക്കുകയാണ്. അങ്ങനെ ആ പ്രേതാവസ്ഥ മാറി അദ്ദേഹത്തിന് പിന്നീട് ഭഗവാന്റെ ലോകത്തിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്നൊക്കെയുള്ളതാണ് ഈ വ്രതകഥയായിട്ട് പറയുന്നത്. അപ്പം അപമൃത്യു സംഭവിച്ചതായ ഒരു ജീവന് പോലും മോക്ഷപ്രാപ്തിക്ക് ഒരു പ്രയോജനപ്പെടുന്ന ഒരു വ്രതം കൂടെയാണ് അപാര ഏകാദശി എന്ന്. അതുപോലെ തന്നെ മഹാപാപങ്ങൾ ഏത് തരത്തിലുള്ള ബ്രഹ്മഹത്യാപാപം പോലെയുള്ള ഭോഗത്യാപാപം പോലെയുള്ള പാപങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങൾക്കും മോചനം അഥവാ ശാന്തി ലഭിക്കുന്നു ഈ അപാര ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ. എല്ലാ പാപങ്ങളെയും നശിപ്പിച്ച് പുണ്യം നൽകുന്ന ഏകാദശിയെ ലോകത്തിൽ അതുകൊണ്ടാണ് അപര അഥവാ അപാര എന്നൊക്കെ കീർത്തിക്കുന്ന പുണ്യപ്രദായിനിയായിരുന്ന ഏകാദശി. ഇനിയും ഇതിൻ്റെ പുണ്യം എത്രയാണെന്ന് പത്മപുരാണത്തിൽ പറയുന്നത് നമുക്ക് വർണ്ണിച്ചു മതിയാവില്ല, അത്രമാത്രം നമുക്ക്. പക്ഷേ ഇതിലൊരു പരിധി ഉണ്ടല്ലോ, സമയനിഷ്ഠ അല്ലേ. അപ്പോൾ മാഘമാസത്തിൽ പ്രയാഗയിൽ സ്നാനം ചെയ്യുന്ന പുണ്യം, കാശിയിൽ ശിവരാത്രി നോൽക്കുന്ന പുണ്യം, ഗയയിൽ പിണ്ണം വെച്ച് പിതൃക്കളെ സന്തോഷിപ്പിക്കാതെ പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്ന പുണ്യം, കേദാർനാഥിനെ ദർശിക്കുന്ന പുണ്യം, ബദരിയാശ്രമത്തിൽ തീർത്ഥസ്നാനം ചെയ്യുന്ന പുണ്യം, അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം സൂര്യഗ്രഹണ സമയത്ത് കുരുക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അല്ലേ. അപ്പോൾ സൂര്യഗ്രഹണ സമയത്ത് കുരുക്ഷേത്രത്തിൽ ആനയെയും കുതിരയെയും ഒക്കെ ദാനം ചെയ്ത ഫലം ഒക്കെ അപാര ഏകാദശി നോറ്റ് വിഷ്ണുവിനെ പൂജിക്കുന്നവർക്ക് ലഭിക്കും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത്രമാത്രം പുണ്യമുള്ളത് കൊണ്ടാണ് ഈ ഏകാദശിക്ക് അപാരമായ ശക്തി ഉള്ളത് കൊണ്ട് അപാര ഏകാദശി എന്ന ഈ വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയെ പറയപ്പെടുന്നത്. എല്ലാവർക്കും അവരവരുടെ പ്രായം, ആരോഗ്യം, സാഹചര്യമൊക്കെ അനുസരിച്ച് ഈ വ്രതാനുഷ്ഠാനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അപര ഏകാദശിയെക്കുറിച്ച് ആരെങ്കിലും കേൾപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, താല്പര്യമുള്ളവരെ അനുഷ്ഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് 1000 പശുക്കളെ ദാനം ചെയ്ത പുണ്യം കൂടെ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വാക്കുകളും പിന്നെ ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളിൽ ഈ വൈശാഖ കാലത്ത് നമുക്ക് തുളസി പൂക്കളായി സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിയ സ്വഭാവാത് കരോമി അദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.